ഹായ് ഓൾ SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഏഴാമത്തെ സെഷനാണിത്. നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ ചെന്ന് കാണാവുന്നതാണ്. ഈ സെഷനിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ആവറേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജിൽ തന്നെ നമുക്ക് കറക്റ്റഡ് ആവറേജ് എന്ന് പറയുന്ന കൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് ഓഫ് ദി മാർക്സ് ഓഫ് 25 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇൻ ആൻ എക്സാമിനേഷൻ വാസ് കാൽക്കുലേറ്റഡ് ടു ബി 19. അപ്പോൾ ഒരു എക്സാമിനേഷനിലെ 25 സ്റ്റുഡൻസിന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 19 ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 25 സ്റ്റുഡൻസ് 19 ആവറേജ്, സോ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര എന്നുള്ളത് കിട്ടും. ലേറ്റർ ദ ടീച്ചർ റിയലൈസസ് ദാറ്റ് ദ സ്റ്റുഡന്റ് ഓഫ് 2 മാർക്സ് വർ ടേക്കൻ ആസ് 18 ആൻഡ് 19. അപ്പോൾ ലേറ്റർ ടീച്ചർ എന്ത് റിയലൈസ് ചെയ്യുകയാണ്, രണ്ട് സ്റ്റുഡൻസിന്റെ മാർക്ക് എടുത്തേക്കുന്നത് 18 ആൻഡ് 19 എന്നാണ് എടുത്തേക്കുന്നത്. ഡെഫിനറ്റ്ലി അത് തെറ്റായിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തെറ്റായിട്ടുള്ള മാർക്സിനെ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി മൈനസ് ചെയ്ത് മാറ്റണം. ഇൻസ്റ്റെഡ് ഓഫ് 14 ആൻഡ് 15 ശരിക്കും എടുക്കേണ്ടിയിരുന്നത് 14ഉം 15ഉം ആയിരുന്നു എന്നുള്ളത് അവിടെ തന്നെ പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ തെറ്റായിട്ടുള്ളത് മൈനസ് ചെയ്ത് മാറ്റുക, ശരിയായിട്ടുള്ളതിനെ അതിന് പകരം ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ന്യൂ ആക്ച്വൽ ആവറേജ് മാർക്സ് ഓഫ് ദി ക്ലാസ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റഡ് ആവറേജ് അല്ലെങ്കിൽ പുതിയ ശരിക്കുള്ള ആവറേജ് എത്ര ആണ് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പം നമുക്കിവിടെ സ്റ്റുഡൻസിന്റെ കൗണ്ട് ഒന്നും മാറുന്നില്ല. 25 സ്റ്റുഡൻസ് ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്. സോ ഇപ്പോഴും 25 സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. സോ നമ്മൾ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് ആ കറക്റ്റഡ് ആവറേജ് കിട്ടും. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതും ഇതിന്റെ ഒരു ഡിഫറൻസ് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുന്ന് -18ഉം +14ഉം നോക്കുമ്പോൾ നമുക്കൊരു 4ന്റെ വ്യത്യാസമുണ്ട്, പക്ഷേ -4 ഡിഫറൻസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് 19ഉം 15ഉം കമ്പയർ ചെയ്താലും നമുക്ക് അവിടെ 4ന്റെ വ്യത്യാസമാണ് വരുന്നത്. സോ രണ്ടിലും കൂടി 4 നമുക്ക് ഏകദേശം ഒരു 8ന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ആൻഡ് ഇതാ നെഗറ്റീവിലുള്ള വാല്യൂ ആണ് ബിഗർ വാല്യൂ. സോ നമുക്ക് ഇവിടുന്ന് വരാൻ പോകുന്നത് 25 × 19. ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു -8 എന്ന് വരും. ആൻഡ് താഴെ നമുക്കൊരു 25 ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നേക്കാളും പെട്ടെന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എക്സാമിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നമ്മൾ മോർ ദാൻ ദ ആക്ച്വൽ മെത്തേഡ്സ് വിട്ടിട്ട് എക്സാക്ട് ആൻസേഴ്സ് വിട്ട് നമ്മൾ എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് CGL, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സോ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നേക്കുന്ന ഓരോന്നിനെയും നമ്മൾ ഈ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ആദ്യത്തെ ഈ ഒരു പോർഷൻ നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25ഉം 25ഉം ക്യാൻസൽ ആയിട്ട് എന്ത് മാത്രമേ ബാക്കി വരത്തുള്ളൂ, 19 മാത്രമേ ബാക്കി വരത്തുള്ളൂ. ആൻഡ് ഇവിടെ നമുക്ക് ഈ 8നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -8/25 എന്ന് വരും. സോ ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു കാര്യം കിട്ടും. ദാറ്റ് ഇവിടെ 19 മൈനസ് ഒരു ചെറിയ ഫ്രാക്ഷൻ. അപ്പൊ 19 എന്ന ഒരു ചെറിയ ഫ്രാക്ഷൻ മൈനസ് ചെയ്ത് ഉറപ്പായിട്ട് ആൻസർ 18 പോയിന്റ് സംതിങ് ആയിരിക്കും വരാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേന് 18 പോയിന്റ് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, 18.68. അങ്ങനെയാണെങ്കിൽ 18.68 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ എക്സാമിൽ കൊടുത്തിരുന്ന എക്സാക്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ അവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എക്സാമിൽ എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഇനി അവിടെ 18 പോയിന്റിൽ 2-3 വാല്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, റഫ് ആയിട്ടെങ്കിലും നമ്മൾ ഈ ഒരു ഡെസിമൽ വാല്യൂ എന്ത് വരും എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മൈനസ് ചെയ്യുന്ന രീതി എടുത്തേ. ഫോർ എക്സാമ്പിൾ 80ൽ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 3 ടൈംസ് പോകും. അങ്ങനെയാണെങ്കിൽ 0.3 നമുക്ക് ഏകദേശം മൈനസ് ചെയ്യണമെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ 90ന്ന് 0.3 മൈനസ് ചെയ്താൽ 18.7 അല്ലെങ്കിൽ 6 അടുപ്പിച്ചായിരിക്കും വരുന്നത് രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 18.68, ഓൾമോസ്റ്റ് 18.7 അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. സോ കുറച്ചുകൂടി എക്സാക്ട് ആൻസർ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടുപിടിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റൻസ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, സോ ഇതേപോലത്തെ പ്രാക്ടീസ് നമ്മളിപ്പോൾ ഓൾറെഡി കുറേ ദിവസമായിട്ട് ചെയ്യുകയാണ്. സോ നിങ്ങളത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി വീഡിയോസ് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും ആ വീഡിയോസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ വരുന്ന CGL എക്സാമിന് മുമ്പ് മാക്സിമം ക്വസ്റ്റ്യൻസും ഇവിടെ തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള രീതിയിൽ. നമുക്ക് അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ നമ്മുടെ ഇൻഡിസസിന്റെ ലോ മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്കറിയാം ലോസ് ഓഫ് ഇൻഡിസസ് അനുസരിച്ച് A⁻m × A⁻n എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എടുക്കുന്ന എന്താ ചെയ്യുന്നത്, ബേസ് സെയിം ആണ്. അതിന്റെ ഇടയ്ക്ക് ഇൻറ്റു ആണെങ്കിൽ നമ്മൾ പവേഴ്സിനെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m+n എന്നാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എല്ലാത്തിന്റെയും ബേസ് എന്ത് തന്നെയാണ്, A തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പവേഴ്സ് എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 9 + 5 + -4 ആണ്. സോ -4 ദെൻ 0. സോ 0 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് എഴുതിയേക്കാം. ദെൻ -6. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് -4 -6 -10 എന്ന് വരും. സോ 9 - 10 -1 വരും. 5 - 1
നമുക്ക് അവിടെ നിന്ന് A⁴ എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ ആൻസർ നമുക്ക് A⁴. നമുക്കത് അത്യാവശ്യം പെൻ ആൻഡ് പേപ്പർ ഇല്ലാതെ തന്നെ സ്ക്രീനിൽ നോക്കി തന്നെ പറയാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയാണ് A⁴. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും sin 13 cos 60യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി അങ്ങനല്ല. നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ആദ്യം എസ്പെഷ്യലി നമുക്ക് ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക നമ്മുടെ ഏതെങ്കിലും ട്രിഗ്നോമെട്രിയുടെ ഫോർമുലയായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റിയ ഒരു യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് ആംഗിൾ 1360 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആ 3060 എന്നൊരു ആ വാല്യൂസിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, എയും ബിയും എന്നൊരു ആംഗിളെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയേക്ക് നമ്മൾ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ശരിക്കും sin A cos B മൈനസ് cos A sin B ആണ് ശരിക്കും അവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക ഇത് ഏതിന്റെ ഫോർമുലയിലാണ് വരുന്നത്. അപ്പൊ sin A cos B മൈനസ് cos A sin B എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ sin A മൈനസ് B എന്ന് പറയുന്ന ഫോർമുലയാണ്. ആൻഡ് നമ്മുടെ ഇവിടെ എയും ബിയും ഈ പറയുന്ന 1360 ആണ്. പക്ഷേ ഇനി ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എ ഏതാണ് ബി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്കിവിടെ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാം ആദ്യമേ 30 എന്നിട്ടാണ് 60 ആന്നിരിക്കുന്നത്. വീണ്ടും ഇവിടെ വരുമ്പോൾ ആദ്യമേ 30 പിന്നാണ് 60 ആന്നിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 30 ബി എന്ന് പറയുന്നത് 60 ആണ്. നമ്മൾ അറിയാതെ പോലെ 30 ഡിഫറൻസ് 30 എന്ന് പറഞ്ഞ എടുത്ത ആൻസർ തെറ്റും. നമ്മളിവിടെ ശ്രദ്ധിച്ചെടുക്കണം. നമുക്ക് ശരിക്കും ഇവിടെ എടുക്കേണ്ടത് സൈൻ എ എന്ന് പറയുന്നത് 30 മൈനസ് ബി എന്ന് പറയുന്നത് 60. സോ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് സൈൻ 30 മൈനസ് 60 മൈനസ് 30 എന്ന് വരും. ആൻഡ് നമുക്കറിയാം സൈൻ മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, മൈനസ് സൈൻ തീറ്റ ആണ് അതെന്ന് പറയുന്നത്. സോ ഇവിടെ മൈനസ് സൈൻ 30 ആയിരിക്കും ആൻസർ. അപ്പൊ നമ്മൾ അറിയാം 16 30യുടെയും ഡിഫറൻസ് 30 ആണെന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും പേര് ആൻസർ ഏതായിരിക്കും മാർക്ക് ചെയ്യുന്നത്, ഓപ്ഷൻ ഡി ആയിരിക്കും മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഓപ്ഷൻ ഡി അല്ല ആൻസർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ അതേപോലത്തെ ആ എടുക്കുന്ന സമയത്ത് അതിന്റെ ഓർഡറും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ നോക്കി തന്നെ ആൻസർ എടുക്കാൻ പറ്റും നമുക്ക് അഗെയിൻ. പക്ഷേ നമ്മൾ ആ ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. ആൻഡ് ഡെഫിനറ്റ്ലി ഫോർമുല അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റൻസ് നമുക്ക് CGL ലാസ്റ്റ് 2 ഇയേഴ്സ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് എല്ലാം തന്നെ ഡയറക്റ്റ് ഫോർമുല റിലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് സോൾവ് ചെയ്യാതെ നോക്കി ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് എന്താ, ഫോർമുലാസ് നല്ലപോലെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത നമ്മുടെ റേഷ്യോ പ്രൊപ്പോർഷനിലെ മീൻ പ്രൊപ്പോർഷന്റെ കൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 1.6 ആൻഡ് 3.6? അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് എടുക്കാം. അപ്പൊ അവിടെ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം B = √AC ആണ് മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ആ ഒരു എയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട് 1.6 into 3.6. ഇനി വളരെ ഇമ്പോർട്ടന്റ് ഒരു കാൽക്കുലേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും അറിയാതെ കെയർലെസ് ആയിട്ട് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. 1.6 എന്തെന്ന് എടുക്കും, 0.4 എടുക്കാം. 3.6 എന്തെന്ന് എടുക്കും, 0.6 എടുക്കാം. ഒരിക്കലും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൻസർ തെറ്റായിരിക്കും വരുന്നത്. ഡെസിമൽ വരുമ്പോൾ റൂട്ട് എടുക്കുമ്പോൾ അവിടെ ഡിഫറൻസ് വരും. നമ്മൾ 16ന്റെ റൂട്ട് എടുക്കുന്ന പോലല്ല 1.6ന്റെ റൂട്ട് എടുക്കുന്നത്. 3.6ന്റെ റൂട്ട് എടുക്കുന്നതും 36ന്റെ റൂട്ട് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ വരുന്ന മിസ്റ്റേക്ക്. അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യണം, ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ പ്രോപ്പർലി മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. പിന്നെ പ്രോപ്പർലി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് 1.6 into 3.6 എന്ന് പറയുന്നത് നമുക്കത് 5.76 എന്ന് വരും. ഇനി 5.76 എന്ന് പറഞ്ഞാൽ നമുക്കത് 24ന്റെ സ്ക്വയർ ആണ് 576 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഡെസിമലോടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 2.4 എന്നായിരിക്കും നമുക്ക് അവിടെ ബിയുടെ വാല്യൂ വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഇപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് 1.6നെ ഡയറക്ട്ലി 0.4 എന്ന് എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നത് തെറ്റാണ്. സോ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ എടുക്കുന്നത്. 1.6 നിങ്ങൾക്ക് 16/10 എന്ന് എടുക്കാം. ഇൻറ്റു 3.6 നിങ്ങൾക്ക് 36/10 എന്ന് എടുക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൂട്ട് എടുക്കാം. ഇനി റൂട്ട് എടുക്കുന്ന എളുപ്പമാണ്. 16ന്റെ റൂട്ട് എത്രയാണ്, 4 ആണ്. 36ന്റെ റൂട്ട് എത്രയാണ്, 6 ആണ്. ആൻഡ് താഴെ 10ഉം 10ഉം 2 10 ആണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ എത്ര 10 വരത്തുള്ളൂ, ഒരു 10 വരത്തുള്ളൂ. സോ 4 into 6 24 ആൻഡ് 24/10 2.4. നോക്കിയേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് 2.4 വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അല്ലാതെ ആ ഒരു ടേംസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് റൂട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ റൂട്ട് എന്ന് പറഞ്ഞാൽ 0.4ഉം 0.6ഉം ആയിരിക്കത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതാണ് ഇമ്പോർട്ടന്റ്. 1.6ന്റെ റൂട്ട് 0.4ഉം അല്ല, 3.6ന്റെ റൂട്ട് 0.6ഉം അല്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു നോളജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ ആദ്യത്തെ മീൻ പ്രൊപ്പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പറയുന്നത് ആൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് 5:8. അപ്പൊ നമുക്ക് ആക്ച്വലി പറയുന്നത് ആദ്യത്തെ ആ തന്നിരിക്കുന്ന തമ്മിലുള്ള മീൻ പ്രൊപ്പോർഷനും അവസാനം ഈ പറഞ്ഞിരിക്കുന്ന തേർഡ് പ്രൊപ്പോർഷനും തമ്മിലുള്ള റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മീൻ പ്രൊപ്പോർഷൻ കിട്ടി. ഇനി ആ തേർഡ് പ്രൊപ്പോർഷനിലേക്ക് പോവാം. അപ്പൊ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത് 5:8 പ്രൊപ്പോർഷണൽ ടു 8 ഈസ് ടു ദ തേർഡ് പ്രൊപ്പോർഷൻ C.
ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സി എത്ര എന്നുള്ളതാണ് നമുക്ക് വേണ്ടിയത്. എന്നാലേ നമുക്ക് അവസാനം ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സി എന്ന് പറയുന്നത് 8 × 8 64 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. സോ നമുക്ക് ആ തേർഡ് പ്രൊപ്പോർഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ പ്രൊപ്പോർഷനും തേർഡ് പ്രൊപ്പോർഷനും. ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് തമ്മിലുള്ള റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. സോ ദാറ്റ് മീൻ പ്രൊപ്പോർഷൻ ആൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ. സോ അത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അത് രണ്ടും വേറെ വേറെ റേഷ്യോസിന്റെ ആണ്. ഇത് ഒരേ റേഷ്യോന്റെ അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 2.4നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 24 നമുക്ക് 10 എന്ന് എടുക്കാം. ആൻഡ് ഇവിടെ നമുക്ക് 64/5. ഇതൊന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. സോ ആദ്യം തന്നെ നമുക്ക് ഇതിനെ 8 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 എന്നും ഇവിടെ നമുക്ക് 8 എന്നും വരും. 5ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 2 എന്ന് വരും. ഈ 2 ഇങ്ങോട്ട് 8ലേക്ക് മൾട്ടിപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 3:2 × 8 16 എന്ന് വരും. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആ ഒരു പറഞ്ഞേക്കുന്ന ചോദിച്ചിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 3:16 ആയിരിക്കും വരുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ സി 3:16 ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. അപ്പൊ അത്യാവശ്യം സിമ്പിൾ എന്നാൽ അത്യാവശ്യം നല്ല കൺസെപ്റ്റ് ഉള്ള കുറച്ച് ലെന്തി ആക്കുന്ന രീതിയിൽ തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ ആണ്. The difference between the cost price and selling price of a pair of shoes is 1200. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1200 ആണ്. അതിലെ സെല്ലിംഗ് പ്രൈസ് കൂടുതൽ എന്നുള്ള രീതിയിൽ എടുക്കാൻ കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇഫ് ദ പ്രോഫിറ്റ് ഈസ് 15%, ഇപ്പോൾ പ്രോഫിറ്റ് 15% പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് ചോദിക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല ഒന്നും എടുക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എടുക്കാം. നമ്മുടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിൽ റേഷ്യോ പോലെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കോസ്റ്റ് പ്രൈസിനെയാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 15% പ്രോഫിറ്റിൽ വിറ്റെങ്കിൽ 115 വിറ്റേക്കുന്നത്. 100 രൂപയുടെ സംഭവം 115 വിൽക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 15% പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ ആ 15% എന്ന് പറയുന്നതാണ് എന്തെന്ന് തന്നേക്കുന്നത് 1200 രൂപ എന്ന് തന്നേക്കുന്നത്. ചോദിക്കുന്നത് എന്താണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 15 × 8 ചെയ്യുമ്പോഴാണ് 120 വരുന്നത്. പിന്നെ ഒരു 0 കൂടി ഉണ്ടായിട്ട് നമുക്ക് 80 എന്ന് എടുക്കാം. സോ 15 × 80 1200. ചോദിച്ചിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 115 ആണ്. സോ 115 എത്രയാണെന്ന് കണ്ടുപിടിച്ച ആൻസർ കിട്ടും. സെയിം 115 × അതേ 80 ചെയ്യുമ്പോൾ നമുക്ക് 100 × 80 എന്ന് പറയുമ്പോൾ അതൊരു 8000 എന്ന് വരും. പ്ലസ് നമുക്ക് ആ ഒരു 15 × 8 എന്ന് പറയുന്നത് 120യും പിന്നെ ആ ഒരു 80യുടെ കൂടെയുള്ള 0 കൂടി ചേരുമ്പോൾ 1200 എന്ന് വരും. സോ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് 9200 എന്ന് വരും. സോ ദി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9200 ആണ്. നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് വഴിയാണ് എടുത്തേക്കുന്നത്. എഗെയിൻ നമ്മളവിടെ ഫോർമുലാസോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു സെഷനിൽ നമ്മൾ സിജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് കുറേ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോസ് കാണുക, പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ, ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് കണ്ടിന്യൂസ്ലി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി. സോ ഇനി വരുന്ന വീഡിയോസും മിസ്സാക്കാതിരിക്കുക. ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് സെഷൻ ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വരുന്ന സെഷൻസിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.